ശ്രീ നാസർ കൊളായി, താങ്കൾ ലൈനിലുണ്ടെങ്കിൽ, അതായത് വലിയ ഗീർവാണങ്ങളായിരുന്നു. ഈ കെ എം ഷാജി തന്നെ പറഞ്ഞിട്ടുണ്ട് മാത്യു കുഴൽനാടൻ കളി പഠിപ്പിക്കുമെന്നൊക്കെ. പക്ഷേ ഇതാ സുപ്രീം കോടതിയിൽ പണി കിട്ടി. എത്രാമത്തെ പ്രാവശ്യമാണ് അജിംഷാദെ ഈ മാത്യു കുഴൽനാടന് കോടതികളുടെ അധികരിക്കുന്നത്? ശല്യക്കാരനായ വ്യവഹാരി എന്നുള്ള രൂപത്തിൽ വരെ കോടതി സംസാരിച്ചു കഴിഞ്ഞു. ഇപ്പോ എച്ച് ഓഫീസ് പറഞ്ഞതിലപ്പുറം ഈ വിഷയത്തിൽ എനിക്ക് പറയാനില്ല. അദ്ദേഹത്തോട് ഞാൻ പൂർണ്ണമായി യോജിക്കുകയാണ്. പക്ഷേ ഇതിൽ മാപ്പ് പറയേണ്ട മറ്റൊരു വിഭാഗം കൂടി ഉണ്ട്. അത് മാത്യു കുഴൽനാടനും ജാൻ ജോർജും ഇവരൊന്നും അല്ല, കേരളത്തിലെ മാധ്യമങ്ങൾ. ഈ മാധ്യമങ്ങള് എത്ര ദിവസം കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ മകളുടെയും ചോര കുടിക്കാൻ നടന്നു? ഏതെല്ലാം ആളുകൾ എത്ര ദിവസം ചർച്ച ചെയ്തു? ഇപ്പൊ ഈ വിധി വന്നതിന് ശേഷം, നേരത്തെ ഇതുപോലെ വിധി വന്നപ്പം ചർച്ച ചെയ്യാൻ ഇവർ തയ്യാറായോ? ആ സമയത്ത് ഇല്ല, അതങ്ങ് കേസ് തള്ളിപ്പോയി, അല്ലെങ്കിൽ അത് ഇതായിപ്പോയി. അല്ലാതെ അത് തെറ്റായിരുന്നു മാത്യു കുഴൽനാടൻ കോടതി. ഈ വി ഡി സതീശൻ കഴിഞ്ഞ കേസിന് തിരിച്ചടി കിട്ടിയപ്പോൾ പറഞ്ഞ കാര്യം എന്താണെന്നറിയാമോ? പൊതു താല്പര്യ ഹർജികളോട് ഇപ്പോൾ കോടതിക്ക് വലിയ മതിപ്പില്ല. പൊതു താല്പര്യ ഹർജി നേരത്തെ ആഫീസ് പറഞ്ഞാണ് കൃത്യം. കേരളത്തിലെ ഇന്ത്യയുടെ സുപ്രീം കോടതി എന്ന് പറഞ്ഞാൽ വിധി നിർണായകമായ ഒരുപാട് തീരുമാനങ്ങൾ എടുക്കേണ്ടതാണ്. ജനാധിപത്യത്തിന്റെ കാവൽഭടന്മാരിൽ ഒന്നാണ് കോടതി. ആ കോടതിയുടെ മുമ്പിൽ നീതി കിട്ടേണ്ട ഒരുപാട് മനുഷ്യർക്ക് വേണ്ടി കപിൽ സിബലിനെ പോലെയുള്ള ആളുകളൊക്കെ കാത്തിരിക്കുമ്പോ ഇതുപോലെയുള്ള ഏതെങ്കിലും കേസ് കെട്ടുകളിൽ ഇനി സത്യത്തിൽ വേണ്ടത് കോടതി ചെയ്യേണ്ടത് ഈ കുഴൽനാടനെ പിടിച്ച് ജയിലിനകത്ത് ഇടുക വേണ്ടി. കോടതിയുടെ സമയം മെനക്കെടുക്കരുത് എന്ന് പറഞ്ഞു. ഞാൻ പറയുന്നത് ഇപ്പൊ സത്യം ചെരുപ്പിട്ടിറങ്ങി. പക്ഷേ നുണ ലോകം ചുറ്റിക്കഴിഞ്ഞു. ആ നുണയെ അതിജീവിക്കാൻ ഇപ്പൊ കോടതിയിൽ വന്ന ഈ സത്യത്തിന് സാധിക്കും. എങ്ങനെ സാധിക്കും? കേരളത്തിലെ മാധ്യമങ്ങൾ നേരത്തെ ഇവര് കൊടുത്തപ്പം ദിവസങ്ങളോളം ചർച്ച ചെയ്ത് മുഖ്യമന്ത്രിയുടെ മകളുടെയും മന്ത്രി റിയാസിന്റെയും ചോര കുടിക്കാൻ വേണ്ടി നടന്ന കേരളത്തിലെ മാധ്യമങ്ങൾ, ഇതിപ്പോ കൈരളി ചാനലിന് അപ്പുറത്തുള്ള ഏതെങ്കിലും മാധ്യമത്തിൽ ഇന്നൊരു ചർച്ചയാവോ? ഒരു വരി വാർത്തക്കപ്പുറം ഇത് ചർച്ചയാവില്ല. ഞാൻ വെല്ലുവിളിച്ച് പറയുന്നു അജിംഷാനോട്, ഇന്ന് രാത്രി ഒരു ചാനൽ മുറിയിലും ഈ കേസ് കെട്ട് ചർച്ച ചെയ്യുന്ന പ്രശ്നമില്ല. ഒരു ജനകീയ കോടതിയിലും ഇവരുടെ ചാനലുകളിൽ